ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ VPHU ഹോം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും കുട്ടികൾക്കും നമുക്കല്ലാതെ വീട്ടിൽ തന്നെ ഡെയിലി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു അവക്കാഡോ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പഴമാണ്. 2 റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമോ പൂവൻ പഴമോ അല്ലെങ്കിൽ പാളയംകോടനോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.25 ലിറ്ററോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ഞാനൊന്ന് ആദ്യം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ പോയതിന് ശേഷം ഒരു 2-2.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട പിടിപ്പിച്ചിട്ടാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഷാർജ ഷേക്കൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ അത്രയ്ക്കങ്ങ് പാൽ കട്ട പിടിപ്പിച്ചെടുക്കണ്ട കേട്ടോ. കുറച്ചൊന്ന് കട്ട പിടിപ്പിച്ചെടുത്താൽ മതിയേ. ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണോളം. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ വാനിലയുടെ ഐസ്ക്രീം ഫ്ലേവറുള്ള ഐസ്ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ പ്രത്യേകം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 2-3 ഏലയ്ക്ക ചേർത്ത് കൊടുക്കാം, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം നല്ലതുപോലെ അരച്ചെടുക്കണേ. അപ്പം ഫ്രൂട്ട്സ് എല്ലാം അരച്ചെടുത്തത് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആപ്പിളാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഡ്രൈ നട്ട്സും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ബദാം, കാഷ്യൂനട്ട്, പിസ്ത ഒരു 8-10 വീതം എടുത്താൽ മതിയാവും. അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു, അത് കുതിർത്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. നല്ല ഒരു കളർഫുള്ളായിട്ടേക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആപ്പിളിന് പകരം അധികം പുളിയില്ലാത്ത മറ്റേതെങ്കിലും ഫ്രൂട്ട്സാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. മാങ്ങ, അനാറ്, പഴം, അവക്കാഡോ ഇവയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലൊക്കെ കട്ട പിടിപ്പിച്ച് അരച്ചെടുത്തിരിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇനി ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചൊന്നും തണുപ്പിക്കേണ്ട ആവശ്യമില്ല. പഴമൊക്കെ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ കുറച്ച് നേരം ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ അങ്ങ് മാറും. ഈ ഒരു കളർ കിട്ടത്തില്ല കേട്ടോ, അങ്ങ് കറുത്ത് പോവുകയൊക്കെ ചെയ്യുമേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. തണുപ്പുള്ളത് കൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നെ. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.